ടേസ്റ്റി പിക്കിൾസ് എന്ന അച്ചാർ കമ്പനിയിലെ സാധാരണമായൊരു ദിവസമായിരുന്നു അന്ന്. ആ ഫാക്ടറിയിലെ ഓരോരുത്തരും തങ്ങളുടെ ജോലികളിൽ തിരക്കിലാണ്. ചിലർ അച്ചാറിനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നു, ചിലർ അത് ഉണ്ടാക്കുന്നു, മറ്റു ചിലർ അത് പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. ഈ ബഹളങ്ങൾക്കിടയിൽ അതീവ നിശബ്ദമായി മറ്റൊരു ജോലി ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ആ കമ്പനിയിലെ ക്ലീനിംഗ് സ്റ്റാഫായ മീര. മറ്റാരുമായി അധികം സംസാരിക്കാതെ തന്റെ ക്ലീനിംഗ് ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവൾ. ജോലിയിൽ പ്രവേശിച്ചിട്ട് കുറച്ചാഴ്ചകളെ ആയുള്ളൂ എങ്കിലും വളരെ വേഗത്തിലും വൃത്തിയിലും അവൾ അവളുടെ ജോലികൾ ചെയ്തു തീർത്തു. വളരെയധികം ശാന്തമായിരുന്ന അവളുടെ സ്വഭാവം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. എന്നാൽ മറ്റു ചിലർ അവളെ വിചിത്രമായാണ് നോക്കിയിരുന്നത്. എന്തൊരു സ്വഭാവമാണ് ഇവൾക്ക്, ആരോടും ഒരു അക്ഷരം പോലും സംസാരിക്കാതെ എങ്ങനെ ഉണ്ടാവുമോ പെണ്ണുങ്ങൾ, ചിലർ അടക്കം പറഞ്ഞു. എന്നാൽ മീര ഇതൊന്നും കേട്ടതായി ഭാവിക്കാറില്ല. അവളുടെ ചിന്ത മുഴുവൻ സമയം ജോലിയിലായിരിക്കും. ജോലിയെല്ലാം തീർത്ത് വീട്ടിൽ പോകുന്നതിനെ കുറിച്ചായിരിക്കും. മീരയുടെ വീട്ടിൽ അവളുടെ വരവും കാത്ത് ഒരാളുണ്ട്, അവളുടെ അമ്മായി അമ്മ. പ്രായത്തിന്റെ അവശതകൾ മൂലം ബുദ്ധിമുട്ടുന്ന അവർക്കുണ്ടായിരുന്ന ഏക ആശ്രയം മീര മാത്രമായിരുന്നു. എന്നാൽ മീരയെ കുറിച്ച് കൂടുതൽ ആർക്കും അറിയുമായിരുന്നില്ല, ഫാക്ടറി ഉടമയായ രാഹുലിന് പോലും. രാഹുൽ ഇടയ്ക്കിടെ ജോലിക്കാരുടെ പ്രവൃത്തികളും ജോലികളും വീക്ഷിക്കാനായി വരും. ഓരോരുത്തരുടെയും ജോലികൾ നിരീക്ഷിക്കും. അത്തരം ഒരു പരിശോധനയ്ക്കിടയിലാണ് രാഹുൽ മീരയെ ശ്രദ്ധിക്കുന്നത്. ആരോടും അധികം സംസാരിക്കാതെ ശാന്തമായി തന്റെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുന്ന മീരയെ കണ്ടപ്പോൾ രാഹുലിന് അത്ഭുതം തോന്നി. അവളുടെ ആ ആവേശം കണ്ടതും രാഹുലിനെന്തോ അസ്വാഭാവികമായി തോന്നി. വെറും ക്ലീനിംഗ് സ്റ്റാഫായിട്ട് മാത്രമല്ല, മറ്റെന്തൊക്കെയോ ഒരു പ്രത്യേക ശ്രദ്ധ രാഹുലിന് മീരയോട് തോന്നി. പിന്നീട് എപ്പോഴൊക്കെ വരുമ്പോഴും രാഹുൽ മീരയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൾ വെറും ഒരു ക്ലീനിംഗ് സ്റ്റാഫ് അല്ല, ബുദ്ധിമതിയും കാര്യപ്രാപ്തിയും ഉള്ളവളാണ് എന്ന് രാഹുലിന് തോന്നി. ഒരിക്കൽ കമ്പനിയിൽ അച്ചാർ ഉണ്ടാക്കുന്നതിൽ വലിയൊരു പിഴവ് സംഭവിച്ചു. ഉണ്ടാക്കിയ അത്രയും അച്ചാർ കയ്പ് രസം കൊണ്ട് വായിൽ വെക്കാൻ പറ്റാതായി. എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും കണ്ണും തള്ളി നിന്നു. എന്തോ അബദ്ധം സംഭവിച്ചിരിക്കുന്നു. ഉണ്ടാക്കിയ അത്രയും അച്ചാർ കളയുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. കമ്പനിക്ക് വലിയൊരു നഷ്ടം സംഭവിക്കും. അപ്പോഴാണ് മീര മുന്നോട്ട് വന്നത്. അവൾ ആ അച്ചാർ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കി. ഒന്ന് ചിന്തിച്ച ശേഷം എന്തൊക്കെയോ പൊടിക്കൈകൾ ഉപയോഗിച്ച് അച്ചാറിന്റെ കയ്പ് രസം മാറ്റിയെടുത്തു. സാധാരണ ഉണ്ടാക്കുന്ന അച്ചാറിനേക്കാൾ കൂടുതൽ രുചിയുള്ളതായി മാറി ആ അച്ചാർ. ഈ മാറ്റം അറിഞ്ഞ രാഹുൽ നേരിട്ട് മീരയുടെ അടുത്തെത്തി. ഇത് നീ എങ്ങനെ മാറ്റിയെടുത്തു എന്ന ചോദ്യത്തിന് മീര ചിരിച്ചുകൊണ്ട് ഉത്തരം നൽകി. ഞാൻ എനിക്കറിയാവുന്ന ചില പൊടിക്കൈകൾ ഉപയോഗിച്ച് അതിന്റെ കയ്പ് മാറ്റിയെടുത്തു, അത്രമാത്രം. അവളുടെ സംസാര ശൈലിയും കാര്യപ്രാപ്തിയും രാഹുലിനെ കൂടുതൽ സ്വാധീനിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രാഹുൽ ഒരു തീരുമാനമെടുത്തു. മീരയെ മെയിൻ ഷെഫായി നിയമിക്കുക. അച്ചാറിനുള്ള കൂട്ടുചേരുവകൾ ഇനി മുതൽ മീരയുടെ കൈകൾ കൊണ്ടുണ്ടാക്കണം. ഈ സ്ഥാനക്കയറ്റം ഫാക്ടറിയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു, ചില വലിയ മാറ്റങ്ങൾ. അച്ചാറിന് ഡിമാൻഡ് കൂടി തുടങ്ങി. എന്നാൽ ഫാക്ടറിയിലെ ചിലർക്കൊന്നും അവളുടെ ഈ സ്ഥാനക്കയറ്റം ഇഷ്ടമായില്ല. ഇതുവരെ വെറും ഒരു ക്ലീനിംഗ് സ്റ്റാഫ് ആയിരുന്നവൾ ഇന്ന് മെയിൻ ഷെഫ് ആയിരിക്കുന്നു. ഇത്ര പെട്ടെന്ന് മുതലാളി അവളെ അംഗീകരിക്കണമെങ്കിൽ അവർക്കിടയിൽ എന്തോ ഒളിച്ചിരിപ്പുണ്ട്. ഇത്തരം സംസാരങ്ങൾ ഫാക്ടറിക്കുള്ളിൽ പടർന്നു. മീരയെ മാനസികമായി തളർത്താൻ പലരും ശ്രമിച്ചു. ഉച്ചസമയത്ത് മീര ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവൾ കേൾക്കെ പലരും അവളെയും രാഹുലിനെയും കുറിച്ച് പലതും പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോഴും ഒന്നും മറുപടി പറയാതെ എഴുന്നേറ്റു പോകും. അവളുടെ ഉള്ളിൽ സങ്കടം തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ആരോടും അത് കാട്ടിയില്ല. അവളുടെ ലക്ഷ്യം മാന്യമായി ജീവിക്കുക എന്നത് മാത്രമായിരുന്നു. ടേസ്റ്റി പിക്കിൾസ് എന്ന കമ്പനി മീരയുടെ കൈപുണ്യത്തിൽ വളരുകയാണ്. എന്നാൽ വിജയത്തിനൊപ്പം തന്നെ അസൂയയുടെ കയ്പും അവിടെ പടർന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് പതിവ് പോലെ ഭക്ഷണം കഴിക്കാനായി മീര ഒരു മൂലയിലിരുന്നു. അല്പം അകലെയായിരുന്ന ചിലർ അവൾ കേൾക്കെ സംസാരിക്കാൻ തുടങ്ങി. പണ്ട് തറ തുടച്ച് നടന്നവളാ, ഇപ്പോൾ വലിയ മെയിൻ ഷെഫാണത്രേ. മുതലാളിയെ വശത്താക്കാൻ എളുപ്പമാണല്ലോ. അവരുടെ പരിഹാസം കേട്ട് മീരയുടെ തൊണ്ടയിടറി. കയ്യിലിരുന്ന ചോറുരുള താഴെ വെച്ച് അവൾ എഴുന്നേറ്റു. പെട്ടെന്ന് തലയിൽ ഒരു പെരുപ്പ് അനുഭവപ്പെടുകയും കണ്ണുകൾ ഇരുണ്ടു പോവുകയും ചെയ്തു. ഒരു നിമിഷം അവൾ തൂണിൽ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ബോധരഹിതയായി തറയിലേക്ക് വീണു. ഫാക്ടറിയിൽ വലിയ ബഹളമായി. വിവരമറിഞ്ഞ് ഓടിയെത്തിയ രാഹുൽ മീരയുടെ വിളറിയ മുഖം കണ്ടപ്പോൾ വല്ലാതെ പരിഭ്രമിച്ചു. മറ്റാരെയും കാത്തു നിൽക്കാതെ അവളെ വാരിയെടുത്ത് അവൻ തന്റെ കാറിലേക്ക് ഓടി. ആശുപത്രിയിൽ ഡ്രിപ്പിട്ട് കിടക്കുന്ന മീരയുടെ അരികിൽ രാഹുൽ അസ്വസ്ഥനായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തു വന്നു. ഭയപ്പെടാനൊന്നുമില്ല, പക്ഷേ മീരയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അമിതമായ ജോലിഭാരവും പോഷകാഹാരക്കുറവുമാണ് കാരണം. ശരീരത്തിൽ രക്തം വളരെ കുറവാണ്. മനസ്സിന് വലിയ എന്തോ ഭാരം പേറുന്നത് പോലെ തോന്നുന്നു. ഡോക്ടറുടെ വാക്കുകൾ രാഹുലിനെ ചിന്തിപ്പിച്ചു. 2 ദിവസം അവൾക്ക് അവിടെ തുടരേണ്ടി വന്നു. ആ സമയം അത്രയും ഒരു നിഴൽ പോലെ രാഹുൽ കൂടെ ഉണ്ടായിരുന്നു. ബോധം തെളിഞ്ഞപ്പോൾ അരികിൽ രാഹുലിനെ കണ്ട മീര എഴുന്നേൽക്കാൻ ശ്രമിച്ചു. മീര, അനങ്ങരുത്, രാഹുൽ ശാന്തനായി പറഞ്ഞു. എന്തിനാണ് നിങ്ങൾ എന്നോട് ഇത്രയും കരുണ കാണിക്കുന്നത്?
മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. അന്ന് ആദ്യമായി അവൾ തന്റെ കഥ പറഞ്ഞു. 5 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽ എന്റെ ഭർത്താവ് മരിച്ചു. എനിക്കാകെയുള്ളത് എന്റെ അമ്മായിയമ്മയാണ്. അവർ ഇപ്പോഴും എഴുന്നേക്കാൻ പോലും വയ്യാതെ കിടപ്പിലാണ്. അവരുടെ മരുന്നിനും ഭക്ഷണത്തിനുമുള്ള വക കണ്ടെത്താനാണ് ഞാൻ ജോലിക്ക് വരുന്നത്. പക്ഷെ ഫാക്ടറിയിൽ എല്ലാവരും നമ്മളെ കുറിച്ച് പറയുന്നത് അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. രാഹുൽ ഒരു നിമിഷം അത്ഭുതപ്പെട്ടു പോയി. മീര ഒരു വിധവയാണെന്നത് രാഹുലിനെ അത്ഭുതപ്പെടുത്തി. എന്നാൽ അതേസമയം അയാൾക്ക് അവളോട് സ്നേഹവും ബഹുമാനവും വർദ്ധിച്ചു. ഡിസ്ചാർജ് കഴിഞ്ഞ് മീരയെയും കൂട്ടി രാഹുൽ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും ആഡംബരങ്ങളിൽ നിന്നും മാറി ഇടവഴികൾ അവസാനിക്കുന്നിടത്ത് ഒരു ചെറിയ ഓടിട്ട വീടിന് മുന്നിൽ കാറ് നിന്നു. മഴ പെയ്താൽ ചോർന്നലിക്കുമെന്ന് ഉറപ്പുള്ള ചായം മങ്ങിയ ചുമരുകളുള്ള ആ വീട് മീരയുടെ കഠിനാധ്വാനത്തിന്റെ സാക്ഷ്യമായിരുന്നു. അകത്തേക്ക് കയറിയ രാഹുൽ കണ്ടത് ഇരുട്ട് നിറഞ്ഞ ചെറിയൊരു മുറിയിൽ ഒട്ടിയ വയറും നരച്ച മുടിയുമായി കട്ടിലിൽ കിടക്കുന്ന ഒരു വൃദ്ധയെയാണ്. മീരയെ കണ്ടതും ആ അമ്മയുടെ കണ്ണുകളിൽ ഒരു ആശ്വാസം തെളിഞ്ഞു. രാഹുലിനെ കണ്ടപ്പോൾ അവർക്ക് അത്ഭുതമായി. മീര മെല്ലെ അമ്മയുടെ അരികിലിരുന്ന് അവരുടെ കൈകൾ തടവി. ആ നിമിഷം മീര വെറുമൊരു ക്ലീനിങ് സ്റ്റാഫ് അല്ലെന്നും തകരാൻ സാധ്യതയുള്ള ഒരു ലോകത്തെ തന്റെ ചുമലിലേറ്റുന്ന കരുത്തുറ്റൊരു പോരാളിയാണെന്നും രാഹുൽ തിരിച്ചറിഞ്ഞു. അവന്റെ കണ്ണുകൾ അറിയാതെ ഈറനണിഞ്ഞു. തിരിച്ചിറങ്ങാൻ നേരം വീടിന്റെ ഉമ്മറത്ത് വെച്ച് രാഹുൽ നിന്നു. ചുറ്റുമുള്ള ദാരിദ്ര്യവും മീരയുടെ നിസ്സഹായതയും അവന് വല്ലാതെ വേദനിപ്പിച്ചു. അവൻ മെല്ലെ മീരയുടെ കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി. മീര ഒന്ന് ഞെട്ടി അവനെ നോക്കി. മീര, രാഹുൽ വികാരഭരിതനായി സംസാരിച്ചു തുടങ്ങി. ഈ 4 ചുമരുകൾക്കുള്ളിൽ നീ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും കഷ്ടപ്പാടും ഞാൻ കാണുന്നുണ്ട് മീര. ഇത്രയും കാലം നീ എന്തിനാണ് ഇതൊക്കെ ഒറ്റയ്ക്ക് ചുമന്നത്? എനിക്ക് നിന്നെ വെറുമൊരു ജോലിക്കാരിയായി മാത്രം കാണാൻ കഴിയുന്നില്ല. നിന്റെ നിശബ്ദതയ്ക്ക് പിന്നിലെ വേദന എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിന്റെ ബാക്കി ജീവിതത്തിൽ ഒരു തണലായി ഒരു കൂട്ടു വേണമെന്ന് തോന്നുമ്പോൾ എനിക്ക് നിന്റെ കൂടെ ഉണ്ടാകണമെന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ? മീരയുടെ ഉള്ളിൽ ഒരു കടലിരമ്പി. അപ്രതീക്ഷിതമായ ആ ചോദ്യം അവളെ തളർത്തി കളഞ്ഞു. അവൾ തന്റെ കൈകൾ മെല്ലെ പിൻവലിച്ചു, കണ്ണുകൾ താഴ്ത്തി. അല്പനേരത്തെ മൗനത്തിന് ശേഷം അവൾ വിതുമ്പലോടെ പറഞ്ഞു, സാർ, എനിക്കൊരു ജീവിതം സ്വപ്നം കാണാൻ പോലും ആകില്ല. എന്റെ ലോകം ഇത് മാത്രമാണ്. ഭർത്താവ് മരിച്ച അന്ന് മുതൽ എന്റെ ജീവിതം ഈ അമ്മക്ക് വേണ്ടിയുള്ളതാണ്. അവരെ വിട്ട് എനിക്കൊരു സ്വർഗവും വേണ്ട, മറ്റൊരു ജീവിതവും വേണ്ട. എന്നെ പ്രണയിക്കുന്ന ഒരാൾക്ക് ആ അമ്മ ഒരു ബാധ്യതയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദയവായി. മീര പറഞ്ഞു തീരും മുൻപ് രാഹുൽ പുഞ്ചിരിയോടെ അവളുടെ തോളിൽ കൈവച്ചു. മീര, നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ നിന്നെ മാത്രം എന്റെ ജീവിതത്തിലേക്ക് വിളിക്കാനല്ല വന്നത്. നിന്റെ അമ്മയെ ഉപേക്ഷിച്ച് വരാൻ നിനക്ക് കഴിയില്ല എന്ന് എനിക്കറിയാം. ആ അമ്മയെ എന്റെയും കൂടി അമ്മയായി നോക്കാൻ എനിക്ക് സമ്മതമാണ്. എന്റെ വീട്ടിൽ ഇതിനേക്കാൾ നല്ല സൗകര്യങ്ങളും ചികിത്സയും അവർക്ക് നൽകാൻ എനിക്ക് കഴിയും. നിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്റേതു കൂടിയാകട്ടെ. രാഹുലിന്റെ വാക്കുകളിലെ ആത്മാർത്ഥത മീരയുടെ ഹൃദയത്തെ സ്പർശിച്ചു. ആദ്യമായി അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു, കാത്തിരുന്ന ഒരു ആശ്വാസം പോലെ. 3 ദിവസങ്ങൾക്ക് ശേഷം ടേസ്റ്റി പിക്കിൾസിന്റെ ഗേറ്റിലൂടെ രാഹുലിന്റെ ആഡംബര കാർ കടന്നു വരുമ്പോൾ ഫാക്ടറി പരിസരം പതിവിലും നിശബ്ദമായിരുന്നു. കാറ് നിന്നതും രാഹുൽ ഇറങ്ങി വന്ന് മറുവശത്തെ ഡോറ് തുറന്നു. ചന്ദന നിറമുള്ള ഒരു ലളിതമായ സാരിയെടുത്ത് നെറ്റിയിൽ ചെറിയൊരു സിന്ദൂരക്കുറിയുമായി മീര പുറത്തിറങ്ങി. അതൊരു പുതിയ മീരയായിരുന്നു, കമ്പനി ഉടമയുടെ ഭാര്യ. കെട്ടിടത്തിനു മുകളിലെ ജനലുകളിലൂടെയും പാക്കിംഗ് സെഷന്റെ വാതിലുകളിലൂടെയും എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് ആ കാഴ്ച നോക്കി നിന്നു. ഇന്നലെ വരെ വെറും ഒരു ക്ലീനിംഗ്കാരി എന്ന് വിളിച്ച് പരിഹസിച്ചവർ അവിശ്വസനീയതയോടെ പരസ്പരം നോക്കി. മീരയെയും രാഹുലിനെയും കുറിച്ച് മോശമായി സംസാരിച്ചവരുടെ ഉള്ളിൽ ഭയം നിഴലിച്ചു. തങ്ങളുടെ ജോലി ഇപ്പോൾ തെറിക്കുമെന്ന് അവർ ഉറപ്പിച്ചു. പലരും മുഖമുയർത്താൻ പോലും ആകാതെ തല താഴ്ത്തി നിന്നു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മീര നേരെ പോയത് ഓഫീസിലേക്കല്ല, മറിച്ച് തന്റെ പഴയ ലോക്കർ റൂമിലേക്കാണ്. മിനിറ്റുകൾക്കകം അവൾ തന്റെ പഴയ നീല ഏപ്രൺ അണിഞ്ഞ് കയ്യിലൊരു താലവുമായി അടുക്കളയിലേക്ക് നടന്നു വന്നു. മീര, അല്ല മാഡം, ഒരാൾ പതർച്ചയോടെ വിളിച്ചു. മീര പുഞ്ചിരിച്ചു. താൻ പഴയ മീര തന്നെയാണ്. അച്ചാറിന്റെ രുചി നോക്കാൻ ഇനിയും എന്റെ നാവ് തന്നെ വേണം. നമുക്ക് ജോലി തുടങ്ങാം, മീര പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അന്നത്തെ ജോലി കഴിഞ്ഞ് എല്ലാവരും പിരിയാൻ നേരം രാഹുൽ തൊഴിലാളികളെ അഭിമുഖീകരിച്ചു. മീര ഇന്ന് എന്നോട് ചോദിച്ചത് അവൾക്കുള്ള സമ്മാനമോ അവൾക്കുള്ള സ്വത്തോ അല്ല, നിങ്ങൾക്കുള്ള കരുതലാണ്, രാഹുൽ പറഞ്ഞു. ഇന്നു മുതൽ എല്ലാവർക്കും 20% ശമ്പള വർധനവുണ്ടായിരിക്കും. കൂടാതെ നിങ്ങളുടെ വീട്ടിലെ പ്രായമായ മാതാപിതാക്കൾക്കുള്ള മരുന്നിനും ചികിത്സയ്ക്കുമായി ഒരു പ്രത്യേക ഫണ്ട് കമ്പനി ഏർപ്പെടുത്തുകയാണ്. ഇതിന്റെ പൂർണ്ണ ചുമതല മീരക്കായിരിക്കും. കൂടെ നിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു.
തങ്ങൾ മാനസികമായി പീഡിപ്പിച്ചിട്ടും പകരത്തിന് പകരം വീട്ടാതെ തങ്ങളെ ചേർത്ത് പിടിച്ച മീരയുടെ വലിയ മനസ്സ് അവർക്ക് മുന്നിൽ ഒരു പാഠമായി മാറി. മീരയെ പരിഹസിച്ചിരുന്ന സ്ത്രീകൾ ഓരോരുത്തരായി അവളുടെ അടുത്തെത്തി ക്ഷമ ചോദിച്ചു. പക്ഷെ മീര ആരോടും പരിഭവം കാണിച്ചില്ല. നമ്മളെല്ലാവരും ഇവിടെ വരുന്നത് ഓരോരോ കഷ്ടപ്പാടുകൾ ഉള്ളത് കൊണ്ടാണ്. അത് പരസ്പരം പങ്കുവച്ചില്ലെങ്കിലും വേദനിപ്പിക്കാതിരുന്നൂടെ? മീരയുടെ ആ ഒറ്റ ചോദ്യത്തിൽ ഫാക്ടറിയിലുണ്ടായിരുന്ന എല്ലാ പകയും അലിഞ്ഞില്ലാതായി. ടേസ്റ്റി പിക്കിൾസ് അന്നു മുതൽ വെറുമൊരു ലാഭമുണ്ടാക്കുന്ന കമ്പനിയല്ല, മറിച്ച് സ്നേഹവും കരുതലും വിളമ്പുന്ന ഒരു വലിയ കുടുംബമായി മാറി. മീര എന്ന പഴയ ക്ലീനിങ് സ്റ്റാഫ് തന്റെ നന്മ കൊണ്ട് ആ സാമ്രാജ്യത്തിന്റെ അധിപയായി വാഴുകയാണ്.